KSC കേരള രാഷ്ട്രീയത്തിലേക്ക് ഒരു എൻട്രി എന്നുള്ളത് നോക്കിയിരിക്കുകയാണ്. അല്ല, ഇവിടെ ആരൊക്കെ എന്തൊക്കെ തലകുത്തി മറിഞ്ഞാലും സമയമാകുമ്പോൾ KSC വന്നിറങ്ങും. പണ്ട് ആന്റണി വന്ന പോലെ ചാർട്ടർ ചെയ്ത വിമാനത്തിൽ വന്നിറങ്ങും. പാത ഒരുക്കി കൊടുക്കുന്ന പണി ആണ് ഇപ്പോൾ VD സതീശൻ വിഡ്ഢിത്തരത്തിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിനൊന്ന് പേഴ്സണലായിട്ട് എടുക്കും. MV ഗോവിന്ദനുമായിട്ട് ചർച്ച നടത്തിയ കാര്യം ആകെ അറിഞ്ഞിരിക്കുന്നത് PV അൻവറാണ്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം ഇതാണ്, MV ഗോവിന്ദൻ മാസ്റ്ററും ഈ PV അൻവറും തമ്മിലുള്ള ബന്ധം എന്താണ്? PV അൻവറിന് തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിൽ നിന്ന് സമ്മർദ്ദമുണ്ട് തനിച്ചു മത്സരിക്കാൻ എന്നുള്ളത് തന്നെയല്ലേ? ആരാണ് ഷോക്കത്ത് നിയമസഭ കാണരുത് എന്നുള്ള ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്. അൻവറിനാണെങ്കിൽ അടുത്ത ഇലക്ഷനിലേക്ക് ബാർഗെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുകയും ചെയ്യും ഒറ്റയ്ക്ക് നിന്നാൽ. രാജൻഭായ് നമസ്കാരം. നമസ്കാരം. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇപ്പോഴും വളരെ സജീവമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നിലമ്പൂരെ വിഷയത്തെ PV അൻവറും VD സതീശനും തമ്മിലുള്ള പ്രശ്നമാക്കി മാറ്റാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നുണ്ട്. ആ ഒരു ശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് UDF ഏറെ ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നെനിക്ക് തോന്നുന്നു. അപ്പോഴും ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഈ VD അൻവർ പോര് നടക്കുമ്പോൾ ഇവിടെ താരമായിട്ട് മാറുന്നത് KC വേണുഗോപാലെന്ന് എനിക്ക് തോന്നുന്നു. എന്താ അഭിപ്രായം? അല്ല, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം KSC കേരള രാഷ്ട്രീയത്തിലേക്ക് ഒരു എൻട്രി എന്നുള്ളത് നോക്കിയിരിക്കുകയാണ്. KSC കേന്ദ്രത്തിലോട്ട് പോയതിൻ്റെ കാരണം രാജ്യസഭയിൽ 2 വർഷം കൂടെ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭ അംഗമായിരുന്നു. 2 വർഷം കൂടെ കാലാവധി ഉണ്ടായിരിക്കെ തന്നെ അവിടെ രാജ്യസഭയിലേക്ക് വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ കോൺഗ്രസിന് ജയിക്കാനും പറ്റില്ല അംഗബലം വെച്ചിട്ട് നിയമസഭയിൽ. എന്നിട്ട് പോലും ആ 2 വർഷത്തെ രാജ്യസഭാ അംഗത്വം നഷ്ടപ്പെടുത്തി കളഞ്ഞത്. അതായത് കോൺഗ്രസിന് നഷ്ടപ്പെടുത്തി, KCക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതല്ല. KCക്ക് പിന്നെ ഇവിടുന്ന് ലോക്സഭയിലോട്ട് പോകാൻ പറ്റി. അങ്ങനെ ലോക്സഭയിൽ വന്ന് മത്സരിക്കുമ്പം KC സ്വാഭാവികമായിട്ടും പ്രതീക്ഷിച്ചത് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാൽ ഇവരുടെ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ KCക്ക് ആഭ്യന്തരമോ പ്രതിരോധമോ സാമ്പത്തികമോ പ്രധാനപ്പെട്ട ഒരു വകുപ്പ്, ഏറ്റവും പ്രധാനപ്പെട്ട നെക്സ്റ്റ് ടു ദ PM എന്നുള്ള ഒരു പോസ്റ്റ് കിട്ടും എന്നുള്ളത് കണക്കൂട്ടിയിട്ടാണ് KC പോയത്. അത് മാത്രമല്ല, ഇനി അഥവാ അധികാരത്തിൽ വന്നില്ലെങ്കിലും ഔദ്യോഗികമായി പ്രതിപക്ഷം എന്ന് അംഗീകരിക്കാൻ പറ്റുന്ന അംഗബലം കിട്ടുമെന്നുള്ളത് അവർക്ക് ഉറപ്പായിരുന്നു. കാരണം 2019 തെരഞ്ഞെടുപ്പിലെ പ്രതിപക്ഷ നേതാവ് ഔദ്യോഗികമായിട്ട് ക്യാബിനറ്റ് റാങ്കിൽ പ്രതിപക്ഷ നേതാവ് വന്നില്ല, അതിനുള്ള അംഗബലം ഉണ്ടായിരുന്നില്ല. ശതമാനം നോക്കിയിട്ടാണല്ലോ തീരുമാനിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നാൽ രാഹുൽ ഗാന്ധി ഒരിക്കലും പ്രതിപക്ഷ നേതാവാകാൻ സന്നദ്ധനാവില്ല എന്നാണ് അദ്ദേഹം സ്വാഭാവികമായിട്ടും പ്രതീക്ഷിച്ചത്. അങ്ങനെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാനുള്ള അവസരം കിട്ടിയാലാവും, ഇല്ലെങ്കിൽ പ്രതിപക്ഷത്താണെന്നുണ്ടെങ്കിൽ ഓപ്പോസിഷനിലാണെങ്കിൽ അതിന് ലീഡറാവാൻ അദ്ദേഹം തയ്യാറാവില്ല എന്നും, അങ്ങനെ വരുമ്പോൾ KCയെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുമെന്ന്. അപ്പോൾ കേന്ദ്രത്തിലെ ക്യാബിനറ്റ് റാങ്കായി രാജ്യത്തിൻ്റെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന നേതാവായിട്ട് മാറി ഓപ്പോസിഷൻ്റെ എന്നുള്ള പ്രതീക്ഷിച്ച പോയത്. പക്ഷേ KC എനിക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള തിരിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. ഇവിടെ ആരൊക്കെ എന്തൊക്കെ തലകുത്തി മറിഞ്ഞാലും സമയമാകുമ്പോൾ KC വന്നിറങ്ങും. പണ്ട് ആന്റണി വന്ന പോലെ ചാർട്ടർ ചെയ്ത വിമാനത്തിൽ വന്നിറങ്ങും, വന്ന് നേരെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. അതാണ് ഉണ്ടാകാൻ പോകുന്നത്. അതിനുള്ള പാത ഒരുക്കി കൊടുക്കുന്ന പണി ആണ് ഇപ്പോൾ VD സതീശൻ വിഡ്ഢിത്തരത്തിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിനൊന്ന് പേഴ്സണലായിട്ട് എടുക്കരുത്. രാഷ്ട്രീയത്തിനകത്ത് പലതും പേഴ്സണലായിട്ട് എടുക്കരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ മുണ്ടുരിയാൻ ശരത്ചന്ദ്ര പ്രസാദിൻ്റെ 2 പേരെ മുണ്ടുരിയിപ്പിച്ചതാരാ? K മുരളീധരനാണ്. അത് ഇന്ദിരാഭവന്റെ മുമ്പിൽ K മുരളീധരനെ കുറിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് KPCC മുരളീധരൻ ഒരു പെണ്ണായിരുന്നെങ്കിൽ ഏറ്റവും വലിയ വേശ്യയാകുമായിരുന്നു വരെ പറഞ്ഞ ഉണ്ണിത്താൻ. ഇവർ 2 പേരും ഒരുമിച്ച് ഫ്ലൈറ്റിനകത്ത് അടുത്തടുത്ത സീറ്റിലിരുന്നിട്ടല്ലേ പാർലമെന്റിലോട്ട് പോകുന്നത്. ഇങ്ങനെയുള്ള കാലത്ത് ഇത്തരം വൈരാഗ്യ ബുദ്ധി വെച്ചിരിക്കുന്നതിനകത്ത് അർത്ഥമില്ല. പിന്നെ VD സതീശൻ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ ഒരുതരം, നമ്മളിപ്പോൾ പലരുടെയും ധാർഷ്ട്യത്തെക്കുറിച്ചും അഹങ്കാരത്തെക്കുറിച്ചും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഒരുതരം പുച്ഛഭാവം അദ്ദേഹത്തിൻ്റെ മുഖത്ത് സ്വതസിദ്ധമായിട്ട് തന്നെയുണ്ട്. അദ്ദേഹം ഇത് ഇപ്പം അദ്ദേഹം ചെയ്യുന്നത്, എനിക്ക് പല കാര്യങ്ങളിലും സംശയമുണ്ട്. ഒന്ന്, CPMന് വേണ്ടിയിട്ടാണോ ഈ പണിയെടുക്കുന്നത് എന്നുള്ള സംശയമുണ്ട്. കാരണം പറവൂർ സീറ്റ്, CPI കാലങ്ങളായിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന പറവൂർ സീറ്റ്, അവിടെ നല്ലൊരു ബേസ് സതീശൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സത്യമാണ്, രാഷ്ട്രീയത്തിന് അതീതമായിട്ട് അവിടെയുള്ള ആളുകളെയൊക്കെ കൂട്ടിപ്പിടിക്കുകയും പല CPI-CPM തർക്കം ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് പറവൂർ. അതെ. അപ്പം അത് ഏതെങ്കിലും രീതിയിൽ നല്ല ഒരു പൊതുസമ്മതനായിട്ടുള്ള ഒരാളെ കൊണ്ടുവരികയും CPI കാൻഡിഡേറ്റ് എന്നുള്ളതിനപ്പുറത്ത് ഒരു സ്വതന്ത്രനെ കൊണ്ടുവന്ന് നിർത്തുകയും ഒക്കെ ചെയ്ത് CPM ആ സീറ്റ് ഏറ്റെടുത്തിട്ട് സ്വതന്ത്രനെ നിർത്തുക, CPIക്കൂടെ സ്വീകാര്യനായിട്ടുള്ള, പകരം വേറെ ഏതെങ്കിലും സീറ്റ് വെച്ച് മാറുക CPIക്ക് എന്ന ഒരു ചർച്ച ഒരു വശത്ത് നടന്നിട്ടുണ്ട്. അത് വരുമ്പം അത് ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പണിയെടുത്തോളം ചിലപ്പോൾ അവർ പറഞ്ഞിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ കരുതുന്നതിനൊക്കെ അപ്പുറത്താണല്ലോ. ഇതൊരു ഐസ്ബർഗിൻ്റെ അറ്റമാണ് നമ്മൾ കാണുന്നത്. ഇപ്പം ഡീലിംഗ് ഒക്കെ പല വഴിക്കും പലതും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും വേറൊരു വസ്തുത ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ PV അൻവർ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച, അതായത് ഒരു ദേശീയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥി മോശക്കാരനാണെന്നും അയാൾ
മാസങ്ങൾക്ക് മുമ്പ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പാർട്ടിയുടെ സംസ്ഥാന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായിട്ട് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി ചർച്ചകൾ നടത്തി എന്നൊക്കെയുള്ള രീതിയിലുള്ള വിടുവായത്വം വിളിച്ചു പറയുമ്പോൾ അയാളെ പിന്നെ എങ്ങനെയാണ് UDF ഉൾക്കൊള്ളാൻ സാധിക്കുക? അത് അവിടെ ശ്രദ്ധിക്കണ്ടേ, ഇത് വിടുവായത്വമാണെന്ന വാക്ക് പിന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം എന്താണെന്നറിയോ? കോൺഗ്രസ് ക്യാമ്പുകളിൽ ആരും ഇത് നിശ്ചയിച്ചിട്ടില്ല. ഹരിയാണ ഷൗക്കത്ത് നിശ്ചയിച്ചിട്ടില്ല. ഹരിയാണ ഷൗക്കത്ത് ഞാൻ പോയിട്ടേ ഇല്ല, ഞങ്ങളെ കണ്ടിട്ടേ ഇല്ല എന്നുള്ളത് പറയുമ്പോൾ പ്രകോപിപ്പിക്കാതെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ ഇതിനൊക്കെ മുമ്പ് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. അതായത് ഈ പിണറായി വിജയനെതിരെ പാർട്ടിക്കകത്ത് ആരോ PV അൻവറിനെ പിന്തുണയ്ക്കുന്നുവെന്ന്. അതായത് പാർട്ടി MV ഗോവിന്ദനുമായിട്ട് ചർച്ച നടത്തിയ കാര്യം ആകെ അറിഞ്ഞിരിക്കുന്നത് PV അൻവറാണ്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം ഇതാണ്, MV ഗോവിന്ദൻ മാസ്റ്ററും ഈ PV അൻവറും തമ്മിലുള്ള ബന്ധം എന്താണ്? അല്ല, MV ഗോവിന്ദൻ മാസ്റ്റർ അടുത്തുനിന്നായിരിക്കില്ല PV അൻവറിന് വിവരം കിട്ടിയിട്ടുണ്ടാകും. ആ സോഴ്സ് അത് ആവില്ല, അത് ഉറപ്പാണ്, 100% ഉറപ്പാണ്. കാരണം MV ഗോവിന്ദൻ മാസ്റ്റർ സംസ്ഥാന സെക്രട്ടറി അവിടെ വന്നിട്ട് ചർച്ച നടത്തുമ്പോൾ വയനാട് ജില്ലയിലെ CPMന്റെ DC പെട്ടവരും ഏരിയ സെക്രട്ടറിമാരും അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് അറിയുമല്ലോ, ജില്ലാ സെക്രട്ടറി അംഗങ്ങളൊക്കെ. അപ്പം പിന്നെ വയനാട് വെച്ചിട്ട് കണ്ടല്ലേ നടത്തിയെന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു ഓപ്പൺ ഡിസ്കഷന് പോകും. എനിക്കിത് ഒരു രഹസ്യ സ്വഭാവത്തിലുള്ള ഒരു മീറ്റിംഗ് ആവാനാണ് സാധ്യത. അപ്പൊ അങ്ങനെയുള്ള രഹസ്യ സ്വഭാവത്തിലുള്ള ഒരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത് അവിടെ വേറെ ആരെങ്കിലും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി, അതായത് CPMന്റെ സ്റ്റേറ്റ് സെക്രട്ടറി MV ഗോവിന്ദനും മാസ്റ്ററും അതോടൊപ്പം തന്നെ ഈ നടന്നിട്ടുണ്ടെങ്കിൽ ആരുടെ ഷൗക്കത്ത് മാത്രമുള്ളൊരു മീറ്റിംഗ് ആയിരിക്കും. അത് പുറത്തറിയണമെന്നുണ്ടെങ്കിൽ അത് MV ഗോവിന്ദൻ മാസ്റ്റർ തന്നെ പറയണം. ഈ MV ഗോവിന്ദൻ മാസ്റ്ററിലേക്ക് നേരത്തെ തന്നെ നമ്മൾ ചർച്ച പോയിട്ടുണ്ടെന്നേ. കാരണം അധികം ആരും ഹൈലൈറ്റ് ചെയ്യാതിരുന്നതാണ്. കാരണം MV ഗോവിന്ദൻ മാസ്റ്റർ ആണ് പിണറായി വിജയനെതിരെ PV അൻവറിനെ ഇറക്കി വിട്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങൾ ആദ്യ സമയത്ത് ഉയർന്നു വന്നതാണ്. പിന്നീട് അത് ആരും ചർച്ച ചെയ്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനെ നമ്മൾ ആ രീതിയിൽ കാണേണ്ടതുണ്ടോ? അല്ല, PV അൻവർ അല്ല MV ഗോവിന്ദൻ മാസ്റ്റർ കൈവിട്ട കളിക്കൊന്നും നിൽക്കില്ല. കാരണം പുള്ളി ഇപ്പോൾ ഇനിയിപ്പോൾ പിണറായി വിജയൻ ഇത്രയും വയസ്സായി, പിണറായി വിജയൻ അടുത്തൊരു ടൈമിൽ മത്സരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവിടെയൊക്കെ എല്ലാവരും പറഞ്ഞാലും മൂന്നാമത്തെ ടൈം LDF വന്നാൽ പോലും പിണറായി വിജയൻ മുഖ്യമന്ത്രി ആവാൻ അദ്ദേഹം തന്നെ തയ്യാറാവില്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ, ബോധ്യപ്പെടുന്ന ഒരാളാണ്. പിന്നെ അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോഴും. പക്ഷേ ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കൈരളി ചാനൽ ഉണ്ടാക്കുന്ന സമയത്ത്, കൈരളി ചാനൽ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മമ്മൂട്ടിയുടെ സീനിയർ അഭിഭാഷകനായിരുന്ന അഡ്വക്കേറ്റ് C ശ്രീധരൻ നായർ, മുൻ മന്ത്രി ശിവദാസ മേനോൻ്റെ മരുമകനാണ്. നമ്മളെ അഡ്വക്കേറ്റ് ജനറലായിരുന്നു കഴിഞ്ഞ ടൈമിൽ മന്ത്രിസഭയുടെ സമയത്ത്. അദ്ദേഹത്തിൻ്റെ പിന്നെ ഒക്കെ അദ്ദേഹമാണ് ഈ മമ്മൂട്ടിയെ ചെയർമാനാക്കി കൊടുക്കുന്നത്. ഈ C ശ്രീധരൻ നായരുടെ മകളുടെ വിവാഹം മഞ്ചേരിയിൽ വെച്ച് നടക്കുമ്പോൾ ആ വിവാഹത്തിൽ പങ്കെടുക്കാൻ വന്ന പിണറായി വിജയനും അതേപോലെ PT കുഞ്ഞുമുഹമ്മദ് MLA, അന്ന് ഗുരുവായൂർ MLA ആയിട്ടുള്ളത്. അപ്പോൾ ഇവരാദ്യമേ പറഞ്ഞു, നമ്മുടെ TK ഹംസയോട് പറഞ്ഞു, ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കത്തില്ല, ഹംസക്ക വീട്ടിൽ ഭക്ഷണം റെഡിയാക്കിക്കൊള്ളാൻ പറഞ്ഞു. ഇരുന്ന് സംസാരിക്കാനാണ് കൈരളി ചാനലിൻ്റെ പ്രാരംഭ ചർച്ചകളിൽ. ഈ പ്രാരംഭ ചർച്ച ഇവിടെ പോയി കല്യാണമൊക്കെ കണ്ട് വധുവരന്മാരെ ആശംസിച്ച് നേരെ TK ഹംസയുടെ വീട്ടിൽ പോകുന്നു. കൈരളി ചാനലിൻ്റെ ഡിസ്കഷനാണ് തുടങ്ങുന്നതിനെ കുറിച്ചിട്ടുള്ള, പ്രവാസികളെടുത്ത് ഫണ്ട് റൈസിങ് നടത്താൻ. അവിടെ ഇരിക്കുമ്പോൾ TK ഹംസയ്ക്ക് ഒരു ഫോൺ വരുന്നു. TK ഹംസ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ, സഫാരി ചാനലിനകത്ത് പറഞ്ഞത് നമ്മളെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ, ഞാൻ കേട്ടതാണ്. അപ്പോൾ അതിനകത്ത് പിന്നെ TK ഹംസയ്ക്ക് വിളിക്കുന്നത് PV അബ്ദുൾ വഹാബാണ്. PV അബ്ദുൾ വഹാബ് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അവർക്ക് മാത്രമേ ഭക്ഷണം കൊടുക്കുകയുള്ളൂ, ഞാനും കൂടി അങ്ങോട്ട് വന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ TK ഹംസ പിന്നെ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു, പിണറായിയോട് പറഞ്ഞു ഇങ്ങനെ വഹാബാണെന്ന് പറഞ്ഞു, വരാൻ പറയാൻ പറഞ്ഞു. കാരണം പൈസ ഉള്ള ആളാണല്ലോ. അങ്ങനെ വഹാബ് കൂടി ഇരുന്നിട്ടാണ് ഗൾഫിലുള്ള പ്രവാസികളെ വിളിക്കുകയും ഈ പിന്നെ ഗൾഫ് പര്യടനത്തിൽ വിവിധ രാജ്യങ്ങളിലേക്ക് ഫണ്ട് റൈസിങ്ങിന് വേണ്ടിയിട്ടുള്ള ഷെഡ്യൂൾ പ്ലാൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നു. ഈ അബ്ദുൾ വഹാബിന് CPM-നകത്തുനിന്ന് ഒരു സീറ്റിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. നടത്തിയിട്ടൊക്കെ ഉണ്ട്. പുള്ളി ഇപ്പോഴും CPM-ന്റെ പിന്നെ BJP-യുടെ ഒക്കെ ഗുണഭോക്താവാണ് അബ്ദുൾ വഹാബ്. പുള്ളിക്ക് പൈസ മാത്രമേ ഉള്ളൂ. എൻ്റെ അടുത്ത് ഓടിയിരിപ്പുണ്ട്. എന്നോട് പറയുകയാണ്, പുള്ളി അവിടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങിയത്, റെസിഡൻഷ്യൽ സ്കൂൾ ടൈപ്പിലൊക്കെ തുടങ്ങിയത്, PV's പബ്ലിക് സ്കൂൾ. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, എന്നോടൊരു വർഷം 5 കോടി രൂപ ലാഭം കിട്ടുന്നു പറഞ്ഞിട്ടാണ് ഞാൻ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തത്. എല്ലാവരും കൂടെ പറഞ്ഞിട്ട് എനിക്കത് കിട്ടുന്നില്ല. ഞാൻ പിന്നെ ഇത് പുണ്യം കിട്ടാനൊന്നും അല്ലോ, പുണ്യം കിട്ടാൻ ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെ ഒരു ചർച്ച നടത്തിയത് അതിരഹസ്യമായ ചർച്ചയാണ്. പക്ഷേ വർഷങ്ങൾക്ക് ശേഷമാണ് TK ഹംസ ഇത് പുറത്തു പറയുന്നുണ്ടെങ്കിലും വർഷങ്ങൾക്ക് മുമ്പേ നമുക്കൊക്കെ ഇതറിയാം. അപ്പം ഇതൊക്കെ എത്ര രഹസ്യമായിട്ട് ചെയ്താലും അറിയും. അടവ് നയം ഉണ്ടാക്കുന്നത് PV അബ്ദുൾ വഹാബിൻ്റെ വീട്ടിൽ വെച്ചിട്ട് PK കുഞ്ഞാലിക്കുട്ടിയും പിണറായി ഒക്കെ കൂടി ഇരുന്നിട്ടാണ് മുസ്ലിം ലീഗുമായിട്ടുള്ള അടവ് നയം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ കൊണ്ടുവന്നത്. ചർച്ച നടക്കുമ്പോൾ നമുക്ക് ഈ വിവരങ്ങൾ അറിയുന്നുണ്ടല്ലേ, പാർട്ടിക്കാർക്കൊക്കെ അറിയുന്നത്.
ഇത് എത്ര രഹസ്യമായിട്ട് ചർച്ച നടത്തിയാലും കാര്യങ്ങളൊക്കെ പുറത്തു വരും. ഇപ്പം പഴയ പോലെ PB കൂടുന്നതിനകത്ത് ചർച്ച പുറത്തു വരുന്നില്ലേ, മാധ്യമങ്ങൾ പറയുന്നില്ലേ, കേന്ദ്ര കമ്മിറ്റിക്കകത്ത് ആരൊക്കെ ഉൾപ്പെടുമെന്നുള്ളത് പാനൽ അവിടെ അവതരിപ്പിച്ച് പിന്നെ ഔദ്യോഗികമായിട്ട് പുറത്ത് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പുറത്തറിയുന്നില്ലേ. ഇതിനൊക്കെയുള്ള വിവരങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇപ്പോൾ പേടിച്ച് ഇപ്പോൾ പല സമ്മേളനങ്ങളിലും ഇവർ ഫോണൊക്കെ മേടിച്ച് വെക്കും, അങ്ങനെയാ. അല്ലെങ്കിൽ പിന്നെ ജാമർ വെക്കുക, അതൊക്കെയാണ് ഇനിയിപ്പോൾ മാർഗമുള്ളൂ എല്ലാ പാർട്ടികൾക്കും. അപ്പോൾ ഇതിനകത്തുള്ള ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ആത്യന്തികമായി ഇതിനകത്ത് പിന്നെ അൻവറിന് നഷ്ടപ്പെട്ട പ്രതിച്ഛായ വീണ്ടും തിരിച്ചു കിട്ടുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത് ഇപ്പം. കാരണം അൻവറിനോട് ചെയ്യുന്നത് നീതികേടാണ് എന്നൊരു പൊതുബോധം ഇപ്പോൾ അവിടെ ഉണ്ട്. അൻവർ, ഞാൻ കിട്ടിയ വിവരത്തോളം വെച്ച് അൻവർ ഒരുപക്ഷെ ഈ ഡിമാൻഡുകൾ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അൻവർ സ്ഥാനാർത്ഥിയായിട്ട് രംഗത്ത് വരും. അല്ല, അൻവറിന് TMC കൊടുത്തിരിക്കുന്ന നിർദ്ദേശം അങ്ങനെ തന്നെയാണ്. TMC ആയിട്ട് മത്സരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ് കൊൽക്കട്ടയിൽ നിന്ന് കൊടുത്തിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അത് നമുക്ക് വിശ്വസ്തമായ കേന്ദ്രങ്ങളിൽ തന്നെ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടാണത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് കോൺഗ്രസിന്റെ വിജയസാധ്യത ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിന്റെ വിജയസാധ്യത ബാധിക്കും. എങ്ങനെ? കാരണം ഒന്ന്, ഈ പിന്നെ അൻവർ നിൽക്കുമ്പം ഈ മനസ്സോടെ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ആൾക്കാരും അൻവറിനും വോട്ട് ചെയ്യും. ഒരു വാശി വരുമല്ലോ ഇതിനകത്ത്. ഒന്ന്, സതീശൻ ഇപ്പം കാണിക്കുന്ന ഒരു ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു പരിധിക്കപ്പുറം നമ്മൾ വലിയ സംഭവമാണെന്ന് കരുതുമ്പോൾ ആളുകൾ തിരിയും, അങ്ങനെ അവസ്ഥയുണ്ടാവും. പിന്നെ രണ്ടാമത്തെ കാര്യം, ആ മണ്ഡലത്തിനകത്ത് ഇപ്പോൾ VV പ്രകാശിൻ്റെ വിഷയം അവിടെ നിൽക്കുന്നു, VS ജോയിക്ക് സീറ്റ് നിശ്ചയിച്ച വിഷയം നിൽക്കുന്നു, മുസ്ലിം ലീഗുമായിട്ടുള്ള പഴയ സാധനങ്ങളെല്ലാം അവിടെ നിൽക്കുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം വാശിയും വൈരാഗ്യമുള്ള ആൾക്കാരുണ്ട്. പിന്നീട് ഞാൻ പറഞ്ഞു, ബിസിനസ് പരമായിട്ട് റിയൽ എസ്റ്റേറ്റ് ടീമിൽ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ തന്നെ, വ്യാപാരികൾക്ക് മൊത്തത്തിൽ ആരുടെ ഷോക്കത്തിനോട് വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പ് ഇപ്പോഴത്തെ അൻവർ പിടിച്ചാൽ ഈ വോട്ട് കുറച്ച് സ്പ്ലിറ്റാക്കി പിടിച്ചു കഴിഞ്ഞാൽ അൻവർ ശക്തമായിട്ട് രംഗത്ത് നിന്ന് അൻവറിന് കിട്ടിയിട്ടുള്ള പല ഉറപ്പുകളും എന്ന് പറഞ്ഞാൽ പ്രവാസികൾ ഉൾപ്പെടെ പിന്നെ അതേപോലെ തന്നെ വ്യവസായികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞത് ഫണ്ട് പ്രശ്നമാക്കേണ്ട നിങ്ങൾ നിൽക്കാനാണ് പറഞ്ഞേക്കുന്നത്. അൻവറിനോട് ഫണ്ട് പ്രശ്നമാക്കേണ്ട നിങ്ങൾ നിൽക്കാനാണ് പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ ഷോക്കത്ത് നിയമസഭ കാണരുത് എന്നുള്ള ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷെ അതോടുകൂടി ഈ PV അൻവർ എന്ന രാഷ്ട്രീയക്കാരൻ ഇല്ലാതാവത്തില്ലേ? ഇല്ലല്ലോ. അൻവർ ഒറ്റയ്ക്ക് നിന്നിട്ട് 10,000 വോട്ടിന് മേളിൽ പിടിച്ചാൽ പോരെ? 10,000 വോട്ട് ഒരു നിയമസഭയിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഈ പിന്നെ വഴിക്കടവ്, എടക്കര, മൂത്തേടം, ചുങ്കത്ര, പോത്തുകല്ല്, അമരമ്പലം, കരള 7 പഞ്ചായത്ത് ഒരു മുനിസിപ്പാലിറ്റിനും കൂടെ 10,000 വോട്ട് പിടിക്കുക എന്ന് പറഞ്ഞാൽ ശരാശരി പഞ്ചായത്തുകളിൽ 1000 വോട്ട് വെച്ചും ഈ ഇപ്പുറത്ത് പിന്നെ നഗരസഭയിൽ 3000 വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരാശരി ഒരു വാർഡിൽ ഒരു 50-60 വോട്ട് വെച്ചിട്ടായി ഒരു വാർഡിൽ. പക്ഷെ അതിനുള്ളൊരു ശക്തിയൊക്കെ ഉണ്ടോ? അത്രയും ഒരു ശക്തി ഉണ്ടോ അൻവർ? കാരണം അവിടെ പബ്ലിക് ഒപ്പീനിയൻ നടത്തുന്ന പല ആളുകളും പല ചായക്കടകളിൽ ഇത് രാഷ്ട്രീയം പറയുമ്പോഴും അവരൊക്കെ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ളൊരു ശേഷിയൊന്നും അൻവറിന് ഇല്ല എന്നുള്ളത് തന്നെയാണോ? 10,000 വോട്ട് പിടിക്കാൻ പറ്റും പറ്റിയില്ലെങ്കിൽ കൈവിട്ട കളിയാണ്. അതായത് അടിച്ചു കിട്ടി. അതായത് അവിടെ വെച്ചിട്ട് അൻവർ രാഷ്ട്രീയ പ്രവർത്തനം തുടരണോ വേണ്ടെന്നൊരു കൂടെ തീരുമാനിക്കും. അൻവറിന് ഉദ്ദേശിച്ച പോലെയുള്ളൊരു വോട്ട് പിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അൻവർ പെട്ടിയും കിടക്കൊക്കെ എടുത്ത് നേരെ പോയി ഫണ്ട് റൈസ് ചെയ്ത് സിയാറ ലിയോണിലോട്ട് തിരിച്ചുപോയി ഏർപ്പാട് നടത്തും. കാരണം പൈസയെങ്കിലും ഉണ്ടാക്കാമല്ലോ. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ PV അൻവർ നടത്തിയിരിക്കുന്ന പ്രസ്താവന, അതായത് ആര്യാടൻ ഷൗക്കത്തിനെതിരെ നടത്തിയിരിക്കുന്ന പ്രസ്താവന, അത് പിൻവലിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഏറ്റവും അവസാനം ആവശ്യപ്പെട്ടേക്കുന്നത്. പ്രതിപക്ഷ നേതാവിന് എതിരെ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങളൊക്കെ അവിടെ നിന്നോട്ടെ, പക്ഷേ സ്ഥാനാർത്ഥി അത് UDF ഏകകണ്ഠമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. ആ സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പിൻവലിക്കുക, അതായത് നിരുപാധികമായൊരു പിന്തുണ UDFന് നൽകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത നിമിഷം തന്നെ ഈ PV അൻവറെ UDFൻ്റെ അസോസിയേറ്റ് മെമ്പറായിട്ട് എടുക്കാം എന്നുള്ള ഒരു ഉറപ്പ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് നൽകിയിട്ടും അതിനെ അവഗണിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ അന്ന് മനസ്സിലാക്കുന്നത് എന്താണ്? PV അൻവറിന് തൃണമൂൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൽ നിന്ന് സമ്മർദ്ദമുണ്ട് തനിച്ച് മത്സരിക്കാൻ എന്നുള്ളത് തന്നെയല്ലേ? അതങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ട. രണ്ടാമത്തെ കാര്യം, അതിൽ ഞാൻ പിന്നെ PV അൻവർ തെറ്റുകാരനാണെന്ന് വിശ്വസിക്കുന്നില്ല, ഉള്ള അഭിപ്രായം എനിക്കില്ല. കാരണം PV അൻവർ കോൺഗ്രസിനകത്ത് ചേർന്നിട്ടില്ല. PV അൻവർ UDFൻ്റെ ഭാഗമല്ല. ഒരു സ്വതന്ത്രനായ ഒരു വ്യക്തി, തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു മുന്നണിയിലും ഇല്ലാത്തൊരു പാർട്ടിയുടെ നേതാവ് എന്നുള്ള രീതിയിൽ UDF വേദികളിൽ വന്നിട്ടുണ്ട്. അല്ല, വന്നോട്ടെ. പക്ഷേ പുള്ളിക്ക് പിന്നെ ഇങ്ങനെ പറയുന്നതിനകത്ത് കുഴപ്പമില്ല. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഓരോരുത്തരും പാർട്ടി മാറുമ്പോൾ തലേന്ന് വരെ തന്തയ്ക്ക് വിളിച്ചവരായിരിക്കും, അതെല്ലാം തള്ളിപ്പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പം പുള്ളി UDFൻ്റെ ഭാഗമായതിനു ശേഷം ഇനി അസോസിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചില്ല. അതിന് അങ്ങനെ ആയതിനു ശേഷം പിന്നീട് പറയുന്നുണ്ടോന്നാ നോക്കണ്ടേ.
അതിനകത്ത് ന്യായമൊന്നുമില്ല. അതൊക്കെ നമ്മൾ ഈ പച്ചമലയാളത്തിൽ നാട്ടിൻപുറത്തെ ഭാഷ പറഞ്ഞ പോലെ കേവല ന്യായം എന്നുള്ളത് അത് അങ്ങനെ നല്ല പറയണ്ടേ. കോൺഗ്രസ് യു ഡി എഫ് നേതൃത്വം പറയുന്നത് ഇപ്പോൾ അതാണ്. കാരണം യു ഡി എഫ് ഏകകണ്ഠമായി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കെതിരെ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങൾ പിൻവലിക്കുക, എങ്കിൽ നിങ്ങളെ യു ഡി എഫുമായിട്ട് സഹകരിപ്പിക്കാം എന്നൊരു ഫൈനൽ തീരുമാനത്തിലേക്കാണ് യു ഡി എഫ് എത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്തിമ തീരുമാനം നാളെ വൈകിട്ട് പ്രഖ്യാപിക്കുമെന്നാണ് യു ഡി എഫ് കേന്ദ്രങ്ങളിൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നത്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇത് ആരാ പറഞ്ഞത് എന്നുള്ളതാണ് ചോദിക്കേണ്ടത്. യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയല്ലേ, യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ യു ഡി എഫ് തീരുമാനിച്ചു. യു ഡി എഫിലില്ലല്ലോ ഇയാൾ. അപ്പൊ യു ഡി എഫിലില്ലാത്ത കാലം പുള്ളിക്ക് പലതും പറയാൻ പറ്റും. അതിനകത്ത് പുള്ളി പറഞ്ഞതിനകത്ത് ഒരു തെറ്റുണ്ടെന്നുള്ള അഭിപ്രായം. വേറെ വശം എന്ന് വെച്ചാൽ യു ഡി എഫ് ഇദ്ദേഹത്തെ സഹകരിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ യു ഡി എഫിന്റെ ഉന്നതാധികാര സമിതി യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നു. പക്ഷേ ആ തീരുമാനം ഏത് രീതിയിൽ വേണം എന്ന് പി വി അൻവറുമായിട്ട് ചർച്ച നടത്താനായിട്ട് വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവും യു ഡി എഫ് ചെയർമാനുമായിട്ടുള്ള വി ഡി സതീശനെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. പക്ഷെ വി ഡി സതീശൻ അതിനകത്ത് കുറച്ച് താമസം വരുത്തി എന്നുള്ളതാണ് പി വി അൻവറെ പ്രകോപിതനാക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇദ്ദേഹം യു ഡി എഫിന്റെ ഭാഗമാകാൻ വേണ്ടി നിൽക്കുന്ന ആ ഒരു സമയത്ത് ഹൈക്കമാൻഡിന്റെ സ്ഥാനാർത്ഥി എതിർക്കുന്നത് നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ? അല്ല, ഞാൻ പറയുന്നത് അവിടെ തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇത് ഇത്രയും വലിച്ചു നീട്ടിപ്പോയത്. പി വി അൻവർ എത്ര മാസമായി രാജിവെച്ചിട്ട്. പി വി അൻവർ അന്ന് തൊട്ടേ യു ഡി എഫ് ആയിട്ട് സഹകരിച്ച് പോകുന്ന കാര്യം തന്നെ ആലോചിക്കുന്നത്. ഇവര് ഒരു പരസ്പര ധാരണയിൽ ഒരുമിച്ച് പോകാം എന്നൊരു ധാരണയിൽ നേരിട്ട് ഘടകകക്ഷിയാക്കിയിട്ടില്ലെങ്കിലും ഈ അസോസിയേറ്റ് ചെയ്യാന്നുള്ള തീരുമാനത്തിലേക്ക് നേരത്തെ എന്തുകൊണ്ട് എത്തിയില്ല? ഇഷ്ടം പോലെ സമയം കിട്ടിയില്ലേ? ദ ഗോട്ട് മോർ ദാൻ ഇനഫ് ടൈം. ഇവർ തമ്മിലുള്ള ഈ ഒരു ഇന്റേണൽ ഫൈറ്റ് ഏത് തരത്തിലായിരിക്കും അവിടുത്തെ വിജയപരാജയങ്ങളെ തീരുമാനം? അതുകൊണ്ടാണ് പറഞ്ഞത്. കാരണം അവിടെ ഒരു 10,000 വോട്ട് അൻവർ പിടിക്കുകയും 10,000-ന് മേളിലേക്കൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അത് കോൺഗ്രസിന്റെ സാധ്യതകൾക്ക് മങ്ങലേക്കാൻ ഉള്ള ചാൻസ് ഉണ്ട്. മാത്രമല്ല, അപ്പുറത്ത് പല നീക്കങ്ങൾ നടക്കുന്നു. വി പ്രകാശിന്റെ ഭാര്യ വരെ സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ സംഭവം മാറും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര്യാടൻ ഷൗക്കത്ത് എനിക്ക് വ്യക്തിപരമായിട്ട് ഇതുവരെ ദുരനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ആര്യാടൻ ഷൗക്കത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പല ആൾക്കാർക്കും നെഗറ്റീവായിട്ടുള്ള അഭിപ്രായം, പ്രത്യേകിച്ചും നിലമ്പൂർ മുനിസിപ്പാലിറ്റിക്കകത്ത് വ്യാപകമായിട്ട് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കന്മാർ, മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്ക് ഒക്കെ വിയോജിപ്പാണ്. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പം അങ്ങനെ ഒരുപാട് ശത്രുക്കളെ സൃഷ്ടിച്ച് അൻവറും ഈ ശത്രുക്കളെ സൃഷ്ടിക്കുന്നതിൽ ഭയങ്കര മിടുക്കനാണ്. ഇഷ്ടംപോലെ ശത്രുക്കളെ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പം ഇത് ഈ നമ്മുടെ പല നേതാക്കന്മാർക്കും അങ്ങനെ ഉള്ള പ്രശ്നങ്ങളുണ്ട്. വെറുതെ ഒരു കാരണവും ഇല്ല, ചുമ്മാ ശത്രുക്കളെ സൃഷ്ടിക്കും. പക്ഷെ ഇവരെല്ലാം കൂടെ വീഴുമ്പോൾ ഒരുമിച്ച് കൂടി ചവിട്ടും. ആ ചവിട്ടാണ് ചവിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ റിസൾട്ടിനെ അൻവർ ഒരു വലിയ ഫാക്ടറാണ്. അൻവറിനെ യു ഡി എഫിൻ്റെ ഒപ്പം കൂട്ടിച്ചേർത്ത് നിർത്തി പ്രചാരണ രംഗത്ത് സജീവമാക്കിയിട്ട് ഇറക്കി കഴിഞ്ഞാൽ അവർക്ക് വിജയം ഉറപ്പിക്കാം, 100% വിജയിക്കാം, മറ്റിടത്ത് ആരെ കൊണ്ടു നിർത്തിയാലും. അതല്ല, അൻവർ ഇടഞ്ഞാണെങ്കിൽ അൻവർ സ്വതന്ത്രനായിട്ട് നിന്നാൽ അൻവർ സ്വന്തം കഴിവ് തെളിയിക്കുക എന്നുള്ള 10,000 വോട്ട് തെളിയിച്ചു കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അൻവറിന് ബാർഗെയിൻ ചെയ്യാം. ഇതിപ്പോൾ ഈ യു ഡി എഫ് പി വി അൻവർ ചർച്ച വരുന്ന സമയത്ത് ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ജനകീയ വിഷയങ്ങളെ സംസ്ഥാന തലത്തിൽ തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്നൊരു സമയമാണ്. കാരണം പത്രമാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ ഇതെല്ലാം അവിടെ തമ്പടിക്കുന്ന സമയമാണ്. നിലമ്പൂരിനെ സംബന്ധിച്ച് നിലമ്പൂരിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും വരാനുണ്ട്. അത് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമാണെങ്കിലും അവിടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ പറ്റുന്ന ഒരു സമയമാണിത്. ആ സമയത്ത് ഇതുപോലെയുള്ള എന്താ പറയുക, ഇന്റേണൽ ഫൈറ്റിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പല വിഷയങ്ങളും നിലമ്പൂരിൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട പല വിഷയങ്ങളും അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകത്തില്ലേ? അല്ല, അത് അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകുമല്ലോ. കാരണം അവിടുത്തെ സാധാരണക്കാരായ കുടിയേറ്റ കർഷകരെ അനുഭവിക്കുന്ന, ചെറുകിട കർഷകരെ അനുഭവിക്കുന്ന ജീവിത പ്രയാസങ്ങളെ കുറിച്ചിട്ടുള്ള ചർച്ചയില്ല. പക്ഷേ ആ വിഷയവും ഏറ്റവും നന്നായി മനോഹരമായി അൻവർ പൊതുശ്രദ്ധയെ കൊണ്ടുവന്നിരുന്നു. അൻവർ പറഞ്ഞു, 10, 100, 200 റബ്ബർ മരം വെച്ചിട്ട് തന്നെത്താൻ വെട്ടി പാലെടുത്ത് അതുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ചെറുകിട കർഷകരുണ്ട്. 50 സെന്റിലൊക്കെ റബ്ബറുള്ള, അല്ലെങ്കിൽ 1 ഏക്കർ റബ്ബറുള്ള. ഇവർക്ക് രാവിലെ എഴുന്നേറ്റ് വെട്ടാൻ പോകാൻ ടാപ്പ് ചെയ്യാൻ പോകാൻ പറ്റുന്നില്ല. കാരണം വന്യമൃഗത്തിന്റെ ശല്യം. അതിരാവിലെ വെട്ടണം, എന്നാലേ പാല് കിട്ടത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ ഈ പുലിയും കടുവയൊക്കെ വരുമ്പോൾ ആരാ പോയിട്ട് വെട്ടുന്നേ? പന്നി പോലും രാത്രി ചെന്ന് കഴിഞ്ഞാൽ വെളുപ്പിനെ പോകുമ്പം വന്നു കഴിഞ്ഞാൽ പണിയാവും, കുത്തിമറിച്ചിടും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെന്തെങ്കിലും കൃഷി ചെയ്യാമെന്ന് എഴുതി കഴിഞ്ഞാൽ അതും പറ്റുന്നില്ല. മയിലും പന്നി. നെൽകൃഷി വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ മയിൽ, അത്യാവശ്യം അങ്ങനത്തെ പയറൊക്കെ ഉണ്ടാക്കിയാൽ മയിൽ തിന്നും. ബാക്കി കിഴങ്ങ് വർഗ്ഗങ്ങൾ വല്ലതും ഉണ്ടാക്കിയാൽ പന്നി തിന്നും. ഇപ്പം ജീവിക്കാൻ അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം ഇന്ന് ഇപ്പം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും മനോഹരമായിട്ട് ഇന്നലെ നമ്മൾ സംസാരിച്ച പോലെ തന്നെ അഡ്രസ്സ് ചെയ്ത ഒരാളാണ് അൻവർ. അൻവറിന് വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനറിയാം, കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനറിയാം. ഇപ്പൊ പിണറായി വിജയനെയും ഇടതു മുന്നണി സർക്കാരിനെയും വിട്ടിലാക്കുന്ന നല്ലൊരു ക്യാമ്പയിൻ നടത്താൻ കഴിയും. ആ ക്യാമ്പയിനിന്റെ സ്കില്ലുള്ള ആളെ നീ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി തിരിച്ച ഇടതു മുന്നണിയാണെങ്കിൽ എന്തായിരിക്കും ചെയ്യുക?
യു ഡി എഫ് ഒരാൾ ചേർത്ത് നിർത്തും, ചേർത്ത് പിടിച്ചു നിർത്തി. നെയ്യാറ്റിൻകരയെന്ന് ശെൽവരാജ് പോയപ്പോ ശെൽവരാജ് ചെയ്ത പോലെ ഒരു പണിയായിരുന്നു പി വി അൻവർ ചെയ്തതെന്നുണ്ടെങ്കിൽ ഇവർ അക്കോമഡേറ്റ് ചെയ്തില്ലായിരുന്നു. നെയ്യാറ്റിൻകരയെ ശെൽവരാജ് രാജിവെച്ച് ഇപ്പുറത്ത് നിന്ന് മത്സരിച്ചു. പി വി അൻവർ എനിക്ക് തന്നെ വീണ്ടും മത്സരിക്കണമെന്നല്ല പറഞ്ഞേ, UDF-നോട് മത്സരിച്ചോളാൻ പറഞ്ഞു. അപ്പം പിന്നെ ഒരു വർഷത്തേക്ക് ആ പിന്നെ MLA സ്ഥാനം ത്യാഗം ചെയ്യുമ്പോൾ ഇയാളെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി സർക്കാരാണ്. ആ ടാർഗറ്റിലേക്ക് ഉള്ള വഴി എളുപ്പമാക്കാൻ, സുഗമമാക്കാൻ അൻവറിനെ കൂടെ ചേർക്കുന്നത് തന്നെയായിരുന്നു ഇവർക്ക് നല്ലത്. ഇല്ലെങ്കിൽ അത് ഒരു അപ്പുറത്തെ ഒരു ബെസ്റ്റ് കാൻഡിഡേറ്റ് വരികയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ സ്ഥിതി അല്പം പരുങ്ങലിലാകും. അൻവറിനാണെങ്കിൽ അടുത്ത ഇലക്ഷനിലേക്ക് ബാർഗെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുകയും ചെയ്യും ഒറ്റയ്ക്ക് നിന്നാൽ.